നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പാക് യുവതി വന്നിരിക്കുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ ആ പാക് യുവതി എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. സഹായം ഇന്ത്യയിലെ 140-150 കോടി ജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഈ 150 കോടി ജനങ്ങളുടെയും സേവകനായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നും നമ്മൾക്ക് ഒരു തർക്കമോ വിയോജിപ്പോ ഉള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പാകിസ്ഥാൻ യുവതി വരുമ്പോൾ അതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ സഹായം ആവശ്യപ്പെട്ടാലും അത് ഇത്രത്തോളം വലിയ വാർത്തയാകുന്നില്ല. മറിച്ച് നിരന്തരമായി നമ്മളെ വേട്ടയാടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരവരുടെ ഖജനാവ് മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തീവ്രവാദത്തിനും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണമോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ ആരോഗ്യമോ അവരുടെ ഭാവിയോ ഒന്നുമല്ല അവിടുത്തെ ഭരണകൂടവും സൈനിക മേധാവികളും നോക്കി നടത്തുന്നത്. സൈനിക മേധാവികൾ എന്ന് പറയാൻ കാരണം അവിടെ ഭരിക്കുന്നത് മുഴുവൻ സൈനിക ശക്തിയാണ്. ജനാധിപത്യ ഭരണ രീതിയിലൂടെ വരുന്നവരൊക്കെ തന്നെ പിൽക്കാലത്ത് കൽത്തുറുങ്കിലോ കഴുകുമരത്തിലോ പോയിട്ടുള്ള ചരിത്രമാണുള്ളത്. ഏറ്റവും അവസാനം നോക്കിയാൽ ഇമ്രാൻഖാൻ്റെ സ്ഥിതിയും നമ്മൾ നോക്കുക. ഇപ്പോൾ അവിടെ അസീം മുനീറാണ് ഏറ്റവും വലിയ ആളായി മാറുന്നത്. അവിടെ ഒരു സമയത്ത് നമ്മൾ കേട്ടതാണ് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിക്കുന്നു. 1 കിലോ ആട്ടയുടെ വില 300, 350, 400-ലെത്തുന്നു. അങ്ങനെ ആട്ട അവരുടെ ഒരു പ്രധാന ഭക്ഷണമാണല്ലോ. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ആ സമയത്ത് അവിടുത്തെ ചില ചെറുപ്പക്കാർ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റ് പോലും വൈറലായതാണ്. ആ പോസ്റ്റും ഇതുപോലെ ഇപ്പോൾ ഇവിടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന പാക് യുവതിയെ ഇട്ടിരിക്കുന്ന വീഡിയോ പോലെ തന്നെ വൈറലായതാണ്. അതായത് ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ. ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ആ തീവ്രവാദികളുടെ ഇടയിൽ കിടക്കുന്ന ജനങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് രാജ്യത്തിന് വേണ്ട തരത്തിലുള്ള നേട്ടം, നമ്മുടെ രാജ്യത്തുള്ള 150 കോടി ജനങ്ങളുടെയും സംരക്ഷണം നിലനിർത്തിക്കൊണ്ട് ലോക സമ്പദ് ശക്തിയിലെ 3ാമതേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്നെത്തിയ പുടിൻ പോലും പറഞ്ഞത് എന്താണ്? ഭാരതത്തിന് കിട്ടിയ മഹാഭാഗ്യമാണ് നരേന്ദ്രമോദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ലോകം എത്രത്തോളം അംഗീകാരം കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് പുടിനിൽ നിന്ന് വന്ന ആ വാക്കുകൾ. ഇപ്പോൾ ഇവിടെ ഒരു പാക് യുവതി സഹായമായിട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ ക്രൂരതയ്ക്കെതിരെ നീതി തേടിയാണ് നരേന്ദ്രമോദിയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നികിത എന്ന യുവതിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ദീർഘകാല വിസയിലെ ഇൻഡോറിൽ താമസിക്കുകയായിരുന്നു പാക് വംശജനായ വിക്രം നാഗ്ദേവിനെ 2020 ജനുവരി 26 കറാച്ചിയിൽ വെച്ച് വിവാഹം കഴിച്ചുവെന്നും എന്നാൽ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു മറ്റൊരു വിവാഹം കഴിക്കാൻ പദ്ധതി ഇടുകയാണെന്നുമാണ് യുവതി പറയുന്നത്. വിസയിൽ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന കാരണം പറഞ്ഞ് 2020 ജൂലൈ 9 തന്നെ നിർബന്ധിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചു എന്ന് ഈ നികിത എന്ന യുവതി പറയുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവരാനൊട്ട് ശ്രമിച്ചുമില്ല. ഭാരതത്തിലേക്ക് മടക്കി വിളിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും തൻ്റെ അപേക്ഷ നിരസിച്ചതായിട്ടാണ് നികിത പറയുന്നത്. 2025 ജനുവരി 27 നികിത രേഖാമൂലം പരാതി നൽകിയെങ്കിലും
ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതേ തുടർന്നാണ് യുവതി വീഡിയോ സന്ദേശവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അത് നമ്മുടെ പ്രധാനമന്ത്രിയോട് തന്നെയാണ്. കാരണം എന്തായാലും ഒരു സ്ത്രീകളോട് ബഹുമാനം കാണിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാക് യുവതി ഇവിടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നോക്കണം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏത് തരത്തിലാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കണം. ഇപ്പോഴും നമ്മുടെ സൈനിക മേധാവികൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, തുടരും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഓരോ നീക്കവും സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് ഏറ്റവും വലിയ അപകടകാരികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ലോകത്ത് മുഴുവൻ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ സംഘാംഗങ്ങളെ പറഞ്ഞു വിട്ടതും അവർ ലോകത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തതും. ഇവിടെ ഈ തരത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടുത്തെ പാർലമെന്റിൽ ഒരു MP എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാണ് നമ്മുടെ രാജ്യം വലിയൊരു നാശത്തിലേക്ക് പോകുന്നു എന്ന്. നമുക്കറിയാം, എല്ലാ കാലത്തും പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണവും അവരുടെ ക്ഷേമവും അന്വേഷിക്കുന്നവരല്ല എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അവിടെ ജീവിക്കുന്ന പല നല്ലൊരു പങ്കും ജനതയും മനസ്സുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തെയും രാജ്യത്തിൻ്റെ ഭരണത്തലവന്മാരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ തന്നെ അവർ മനസ്സുകൊണ്ട് ചേർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാക് യുവതി മറ്റൊരിടത്തും ഇതിന് ശാശ്വതമായ പരിഹാരം കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ നികിത എന്ന യുവതി ഇവിടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ സന്ദേശം കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ വാർത്താമാധ്യമങ്ങളിലും ഒന്നും വന്നിട്ടില്ല. അപൂർവം ചില പത്രമാധ്യമങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയോടെയാണ്. അപ്പോൾ നരേന്ദ്രമോദിയിൽ എത്രത്തോളം വിശ്വാസ്യത അയൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് തെളിഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ ചില വാർത്താ മാധ്യമങ്ങൾക്കും ചില അസഹിഷ്ണുത പുലർത്തുന്ന ചിലർക്കും സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറം ലോകം അറിയപ്പെടാതെ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാക് യുവതി, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വിട്ട വീഡിയോ, അതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്ന അവസരത്തിൽ അത് വേണ്ട തരത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്നതും ഇവരുടെ നമ്മുടെ രാജ്യത്തിനോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടായിട്ട് തന്നെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ്. എന്തായാലും പല പല സംഭവങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അനുകൂലിച്ചുകൊണ്ട് ഒരു MP പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളും, കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ചെറുപ്പക്കാർ സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നതും, ഇപ്പോൾ ഇതാ ഒരു പാക് യുവതി പ്രധാനമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൈനീട്ടി നിൽക്കുന്ന ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.